നമസ്കാരം. MTS 3C03 എന്ന് പറയുന്ന മാത്തമാറ്റിക്സ് കോംപ്ലിമെൻ്ററിയുടെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന സെക്ഷനാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി മുമ്പ് പരിചയമുള്ളതാണ്. +1 ഓൾറെഡി പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ കുറച്ചും കൂടെയും വിഷ്വലൈസ് ചെയ്യുക, കോംപ്ലക്സ് നമ്പറിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കുക, അതേപോലെ തന്നെ അതിനെ നമ്മൾക്ക് എന്താ പറയുക എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് നീങ്ങിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും തുടക്കത്തിലെ ചാപ്റ്റർ എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സാണ് പറയുന്നത്. ആ തുടക്കം 17.1 എന്ന് പറയുന്ന സെക്ഷനിൽ ബേസിക്സ് ഓഫ് കോംപ്ലക്സ് പ്ലെയിൻ ആണ് ശരിക്കും, കോംപ്ലക്സ് നമ്പേഴ്സാണ് നമ്മൾ ശരിക്കും പറയുന്നത്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് പണ്ട് മുതൽ ഏകദേശം ഒരു 200 വർഷം മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന ഒരു കൺസെപ്റ്റാണ്. I ഈസ് ഈക്വൽ ടു √(-1) അല്ലെങ്കിൽ I² = -1. -1ൻ്റെ സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ I എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് പറഞ്ഞിരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോംപ്ലക്സ് നമ്പർ അല്ല. ദിസ് ഈസ് ആൻ ഇമാജിനറി യൂണിറ്റ്. ദിസ് ഈസ് ആൻ ഇമാജിനറി യൂണിറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ദിസ് ഈസ് എ ഇമാജിനറി യൂണിറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. I എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഇമാജിനറി യൂണിറ്റ്. സോ വാട്ട് ഈസ് എ കോംപ്ലക്സ് നമ്പർ? I വെച്ച് ഇമാജിനറി യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു നമ്പറിനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ എ കോംപ്ലക്സ് നമ്പർ ഈസ് എ നമ്പർ ഓഫ് ദി ഫോം A plus IB where A and B are both real numbers. So this is a complex number. So complex numberൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ് I is equal to √(-1) അതാണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ശരിക്കും അതല്ല കോംപ്ലക്സ് നമ്പർ. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് നമ്പർ ഈസ് ഓഫ് ദ ഫോം A plus IB where A and B are real numbers and I is the imaginary unit of that complex number. ഓക്കെ, I എന്ന് പറയുന്നത് ഇമാജിനറി യൂണിറ്റ് ആണ്. -1ൻ്റെ സ്ക്വയർ റൂട്ട് ആയിട്ടുള്ള നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ I എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഇമാജിനറി യൂണിറ്റ്. സോ വാട്ട് ഈസ് എ കോംപ്ലക്സ് നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് സേ ലൈക്ക് ദിസ്. എന്താണ് കോംപ്ലക്സ് നമ്പർ? A plus IB where A and B are real numbers. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ A and B are real numbers എന്ന് പറയുന്ന കാര്യം പ്രത്യേകം എടുത്ത് പറയണം. A plus IB എന്ന് പറഞ്ഞ് നിർത്തരുത്. where A and B are real numbers. സോ റിയൽ നമ്പേഴ്സിൻ്റെ ഒരു ജനറലൈസേഷൻ ആണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഇമാജിനറി യൂണിറ്റിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള B, അതായത് B എന്ന് പറയുന്ന റിയൽ നമ്പർ 0 ആണെങ്കിൽ ഇതിനെ എന്ത് എഴുതാൻ സാധിക്കും? A plus 0i which is equal to A. So that is a real number. So real number is a number where the coefficient of imaginary unit is 0. Okay, so real numbers are just numbers or real numbers are complex numbers whose coefficient of the imaginary unit is 0. അങ്ങനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ആക്ച്വലി കോംപ്ലക്സ് നമ്പർ ഈസ് എ ജനറലൈസേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ്. ഇമാജിനറി യൂണിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു നമ്പറിനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. A plus IB ഫോമിലുള്ള കോംപ്ലക്സ് നമ്പേഴ്സ് വേർ A and B are റിയൽ നമ്പേഴ്സ്. അതിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ A എന്ന് പറയുന്ന കൺസെപ്റ്റിനെ, A എന്ന് പറയുന്ന പോർഷനെ നമ്മൾ പറയും റിയൽ പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. ആൻഡ് B എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമ്മൾ പറയും, B എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ പറയും ഇമാജിനറി പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. ദീസ് ആർ ദി ഇമാജിനറി പാർട്ട് ആൻഡ് റിയൽ പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. I is the imaginary unit, A is the real part of the complex number and B is the imaginary part of the complex number. ഇമാജിനറി യൂണിറ്റിൻ്റെ കൂടെ നിൽക്കുന്നത് കാരണം ഇമാജിനറി പാർട്ട്. റിയൽ പാർട്ട് എന്ന് പറയാൻ കാരണം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ? എങ്ങനെയാണ് റിയൽ പാർട്ട് എന്ന് പറയാൻ കാരണം? ഇമാജിനറി പാർട്ട് 0 ആവുന്ന കേസിൽ അത് റിയൽ നമ്പർ ആവുന്നു. അതുകൊണ്ട് എനെ നമ്മൾ റിയൽ പാർട്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, വാട്ട് അബൌട്ട് വെൻ A is 0? A 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? A plus IB എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? IB എന്ന് പറയുന്ന നമ്പറായിട്ട് മാറും അല്ലേ? A plus IB എന്ന് പറയുന്ന IB എന്ന് പറയുന്ന നമ്പറായിട്ട് മാറും. വേർ A is 0. Then that number is called, നമ്മൾ when B is 0 it is called real number. When A is called, this is called a purely imaginary number. Purely imaginary number. Purely imaginary number എന്ന് പറയുന്നത് എന്താണ്? It is a complex number whose real part is 0. A complex number whose imaginary part is 0 is nothing but a real number. A complex number whose real part is 0 is called a purely imaginary number. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്യുവർലി ഇമാജിനറി നമ്പർ എന്ന് പറയുന്നത്. ആൻഡ് വേറൊരു കൺസെപ്റ്റ് നമുക്ക് പറയാനുള്ളത് when is two complex numbers equal?
എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറും സി പ്ലസ് ഐ ഡി എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറും എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? when A is equal to C and B is equal to D, or in other words, real part of this number is equal to imaginary part of this number. Sorry, real part of this number is equal to real part of this number, and imaginary part of this number equal to imaginary part of this number. നമ്മൾ അതിനെ നൊട്ടേഷൻ ആയിട്ട് എഴുതുമ്പോൾ റിയൽ പാർട്ട് ഓഫ് എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. അതെന്താണ്? എ ആണ്. ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എ പ്ലസ് ഐ ബി എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. സോ ഇങ്ങനെയാണ് അതിൻ്റെ നൊട്ടേഷൻ. ഒരു കോംപ്ലക്സ് നമ്പർ, നമ്മൾ സാധാരണ കോംപ്ലക്സ് നമ്പേഴ്സിനെ നൊട്ടേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേരിയബിൾ ഇസഡ് ആണ്. നമ്മൾ യൂഷ്വൽ നൊട്ടേഷനിൽ നമ്മൾ സാധാരണ വേരിയബിൾസിന് എക്സ് വൈ ഇസഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന പോലെ ഒരു നൊട്ടേഷൻ, ഈ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് യൂഷ്വലി ഇസഡ് ആണ്. സോ ദാറ്റ് മീൻസ് റിയൽ പാർട്ട് ഓഫ്, സോ ഇസഡ്, ഇഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി, ഇസഡ് എന്ന് പറയുന്നത് എ പ്ലസ് ഐ ബി ആണെങ്കിൽ then real part of z is equal to a എന്ന് എഴുതാൻ സാധിക്കും. and imaginary part of this z is equal to b. so ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും നമുക്ക് എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഫോമിൽ, ഏത് എ പ്ലസ് ഐ ബി എന്ന് പറയുന്നതാണ് ഒരു കോംപ്ലക്സ് നമ്പർ, അതിനെ നമുക്ക് z എന്ന് പറയുന്ന വേരിയബിൾ വെച്ച് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ റിയൽ പാർട്ട് ഓഫ് z is equal to a and imaginary part of z equal to b. so when you have two complex numbers z1 which is a plus ib and z2 which is c plus id, then these two numbers are equal. എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞ മാതിരി റിയൽ പാർട്ട് ഓഫ് z1 is equal to റിയൽ പാർട്ട് ഓഫ് z2 and ഇമാജിനറി പാർട്ട് ഓഫ് z1 is equal to ഇമാജിനറി പാർട്ട് ഓഫ് z2. അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എന്താവുന്നത്? ഈക്വൽ ആവുന്നത്. റിയൽ പാർട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് അനദർ കോംപ്ലക്സ് നമ്പർ. ആൻഡ് എന്ന് പറയുന്നതിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് z1 ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് z2. ദാറ്റ് മീൻസ് രണ്ടിൻ്റെയും ഈ റിയൽ പാർട്ടുകളും രണ്ടിൻ്റെയും ഇമാജിനറി പാർട്ടുകളും ഈക്വൽ ആയാൽ മാത്രമേ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആവുള്ളൂ. സോ ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദാറ്റ് 4 പ്ലസ് ഐ 9 ഈസ് ഈക്വൽ ടു 4 മൈനസ് ഐ മൈനസ് 9 ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഇതെന്തുകൊണ്ടാണ്? ഇതിനെ നമുക്ക് 4 പ്ലസ് ഐ 9 എന്ന് എഴുതാൻ സാധിക്കും. സോ ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, സോ ജസ്റ്റ് കൺസെപ്റ്റ് ടു ബി നോട്ടഡ്. ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത്, എപ്പോഴാണ് ഒരു കോംപ്ലക്സ് നമ്പർ സീറോ ആവുന്നത്? ഒരു ട്രിവിയൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? കോംപ്ലക്സ് നമ്പർ എപ്പോഴാണ് സീറോ ആവുന്നത്? സം എക്സ് പ്ലസ് ഐ വൈ ഈസ് ഈക്വൽ ടു എ കോംപ്ലക്സ് നമ്പർ സീറോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു സീറോ ആൻഡ് വൈ ഈക്വൽ ടു സീറോ അല്ലേ? കാരണം സീറോയിനെ നമുക്ക് 0 പ്ലസ് 0 ഐ എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ എക്സ് സീറോ ആവണം, എക്സ് എന്തായിരിക്കണം? സീറോ ആയിരിക്കണം, വൈ സീറോ ആയിരിക്കണം. സോ ഒരു കോംപ്ലക്സ് നമ്പർ is zero when the coefficients or the real part is zero as well as the imaginary part is zero. ഓക്കെ, ഒരു എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി 4 പ്ലസ് ഐ 9ൻ്റെ റിയൽ പാർട്ട് ഏതാണ്? 4, ഇമാജിനറി പാർട്ട് 9. ജസ്റ്റ് എക്സാമ്പിളാണ്. ഇനി നമുക്ക് റിയൽ നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് നമുക്ക് നോക്കാം. ഓപ്പറേഷൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് നമുക്ക് നോക്കാം. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ റിയൽ നമ്പേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. സോ രണ്ട് റിയൽ നമ്പേഴ്സ് അല്ല, കോംപ്ലക്സ് നമ്പേഴ്സ്. ഓപ്പറേഷൻസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓപ്പറേഷൻസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. So suppose we have two complex numbers z1 and z2, then we can add this z1 and z2 as z1 plus z2. How can you add these numbers? z1 can be written as a plus ib and z2 can be written as c plus id. Then z1 plus z2 is nothing but a plus c plus i into b plus d. Or we can add these two numbers by adding the corresponding real parts as well as adding the corresponding imaginary parts. ഇങ്ങനെയാണ് z1 and z2നെ നമ്മൾ ആഡ് ചെയ്യുന്നത്. വാട്ട് അബൌട്ട് സബ്ട്രാക്ഷൻ? സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? z1 മൈനസ് z2 ആവണമെങ്കിൽ ഇത് തമ്മിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, z1 മൈനസ് z2 മീൻസ് ഇത് തമ്മിലല്ല സബ്ട്രാക്ട് ചെയ്യണേ, എ മൈനസ് സി ആൻഡ് ബി മൈനസ് ഡി. അങ്ങനെയാണ് നമ്മൾ സബ്ട്രാക്ഷൻസ് നടത്തുന്നത്. സോ z1 and z2 are two complex numbers, a plus ib and c plus id respectively. Then z1 plus z2 is a plus c plus I into b plus d, and z1 minus z2 is a minus c plus I into b minus d. So operations are done on the real part as well as the imaginary part. So ഇതൊരു റിയൽ നമ്പർ ആയിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യും. So sum of two complex numbers is again a complex number. Difference of two complex number is again a complex number. This can be real also. ചിലപ്പോൾ ഇത് റിയൽ ആയി മാറാം, പക്ഷേ റിയൽ നമ്പേഴ്സ് എല്ലാം കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. പക്ഷേ എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സും റിയൽ നമ്പേഴ്സ് അല്ല. So that means this is a closed operation. Addition is a closed operation. Okay.
സബ്ട്രാക്ഷൻ ഈസ് ഓൾസോ എ ക്ലോസ്ഡ് ഓപ്പറേഷൻ. അഡീഷനും സബ്ട്രാക്ഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത മാനിപ്പുലേഷൻ എന്താണ്? പ്രൊഡക്റ്റ് ആണ് അല്ലേ? ഹൗ ക്യാൻ യു മൾട്ടിപ്ലൈ ടു റിയൽ നമ്പേഴ്സ്? സോ ഇഫ് Z1 ഇൻറ്റു Z2 ദാറ്റ് ഈസ് a plus IB ഇൻറ്റു C plus ID, ഇതെങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം? ഇത് നമ്മൾ സാധാരണ നമ്മളുടെ എന്താണ് പറയുക, നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അതുപോലെ തന്നെ അങ്ങനത്തെ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് എന്താണ് വേരിയബിൾസ് ഉള്ള എക്സ്പ്രഷൻസ് മൾട്ടിപ്ലൈ ചെയ്യണ പോലെ നമുക്ക് ചെയ്യാം. ദാറ്റ് മീൻസ് കമ്പോണൻറ്റ് വൈസ് എ കൊണ്ട് C plus ID നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എ ഇൻറ്റു C plus ID പ്ലസ് IB ഇൻറ്റു C plus ID ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. എ ഇൻറ്റു C plus ID പ്ലസ് IB ഇൻറ്റു, അതായത് IB കൊണ്ട് C plus ID മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ അങ്ങനെയല്ലേ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? എക്സ് സ്ക്വയർ പ്ലസ് BX പ്ലസ് AX പ്ലസ് AB അങ്ങനെയല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. സോ എ കൊണ്ട് C plus ID മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ IB കൊണ്ട് C plus ID മൾട്ടിപ്ലൈ ചെയ്യും. ആൻഡ് വെൻ യു ഓപ്പൺ ദ ബ്രാക്കറ്റ് വാട്ട് വിൽ യു ഗെറ്റ്? AC പ്ലസ് I ഇൻറ്റു AD പ്ലസ് പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ I ഇൻറ്റു BC പ്ലസ് I സ്ക്വയർ ഇൻറ്റു BD എന്ന് പറഞ്ഞ് കിട്ടും. ബട്ട് വാട്ട് ഈസ് I സ്ക്വയർ? I സ്ക്വയർ ഈസ് നത്തിങ് ബട്ട് -1. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് AC പ്ലസ് I ഇൻറ്റു, ഇതിൽ നിന്ന് ഞാൻ I കോമൺ ആയിട്ട് എടുക്കുകയാണ്, AD പ്ലസ് BC മൈനസ് BD എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. ബിക്കോസ് I സ്ക്വയർ ഈസ് നത്തിങ് ബട്ട് -1. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് AC മൈനസ് BD ഇൻറ്റു AC മൈനസ് BD പ്ലസ് I ഇൻറ്റു AD പ്ലസ് BC. ദിസ് ഈസ് ഹൗ യു മൾട്ടിപ്ലൈ ടു കോംപ്ലക്സ് നമ്പേഴ്സ്. അതിന് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് Z1 Z2 A പ്ലസ് അങ്ങനെ വേണ്ട, Z1 Z2 A പ്ലസ് IB C പ്ലസ് ID ഇങ്ങനെയാണ് നമ്മൾക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്കിൽ Z1 ഇൻറ്റു Z2 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. എങ്ങനെയാണ്? AD മൈനസ് BC എന്ന് പറഞ്ഞ് എഴുതും ആദ്യം. ഓക്കെ, അതല്ലേ നമ്മൾക്ക് ആദ്യമുള്ളത്? AC മൈനസ് BD, AC മൈനസ് BD. അപ്പോൾ അതാണ് ആദ്യം എഴുതുക. AC മൈനസ് BD ഇൻറ്റു പ്ലസ് I ഇൻറ്റു, പിന്നെ I കൺസെപ്റ്റ് വരുന്നത് കാരണം I കൺസെപ്റ്റ് വരുമ്പോൾ നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. സോ AD പ്ലസ് BC. ദിസ് ഈസ് ഹൗ യു റൈറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. Z1 ഇൻറ്റു Z2 എങ്ങനെ എഴുതും? AC മൈനസ് BD, AC മൈനസ് BD. ആദ്യം ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ ആയത് കാരണം ആദ്യം ഇത് തമ്മിൽ സബ്ട്രാക്ഷൻ നടത്തും. പ്ലസ് I ഇൻറ്റു, I വരുന്നത് കാരണം നമുക്ക് ഐനെ കൂടി ചേർക്കാൻ വേണ്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ AC മൈനസ് BD പ്ലസ് I ഇൻറ്റു AD പ്ലസ് BC എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാണ്. AC പ്ലസ് IB ഇൻറ്റു ID ആണ്. പക്ഷേ IB ഇൻറ്റു ID എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മൈനസ് BD. അങ്ങനെ നിങ്ങൾക്ക് വിചാരിച്ചാലും മതി. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഇത് ചെയ്താൽ മതി. AC plus IB into ID, but IB into ID is I square, so that will become minus, and then you cross multiply the elements I into this one, so then you get the imaginary part. So what is the real part of the product of Z1 and Z2? Real part of product of Z1 and Z2 is AC minus BD. So this is the real part, and this is the imaginary part. Imaginary part idana. Okay, so real part of Z1 into Z2 is AC minus BD, and imaginary part of Z1 into Z2 is AD plus BC. Okay, so this is how you multiply two numbers. ഓക്കെ, ഇനി രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിവിഷൻ, നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് പറയാം. അത് കുറച്ചും കൂടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവിഷൻ്റെ കേസ് നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. Z1 ഇൻറ്റു Z2 അത് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ആ ഇക്വേഷൻ കാണാപ്പാഠം പഠിക്കണേക്കാളും കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയിട്ട്, അതായത് കോൺജുഗേറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഡിവിഷനിലേക്ക് പോകുന്നതായിരിക്കും നമുക്ക് ചെയ്യാം. ശരിക്കും Z1 ഡിവൈഡഡ് ബൈ Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A പ്ലസ് IB ഡിവൈഡഡ് ബൈ C പ്ലസ് ID എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെ വരും അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറയാം ഞാൻ. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ലോസ്, കോംപ്ലക്സ് നമ്പേഴ്സിൽ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് Z1
plus z2 is equal to z2 plus z1. And similarly for multiplication, z1 into z2 is nothing but z2 into z1. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാവുന്നതാണ്. You can take z1 to be a plus ib and z2 to be c plus id. അപ്പോൾ ഇത് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ z1 into z2 ഇവിടെ നമുക്ക് ഇതുപോലെ a plus ibയും c plus id എടുത്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും കണ്ടുപിടിക്കുക, റൈറ്റ് ഹാൻഡ് സൈഡും കണ്ടുപിടിക്കുക. ദേ വിൽ ബി ഈക്വൽ. ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കണ്ടുപിടിക്കുക. ദേ വിൽ ബി ഈക്വൽ. വാട്ട് ഈസ് z1 പ്ലസ് z2 എന്ന് പറയുന്നത്? അഡീഷണലി z1 പ്ലസ് z2 എന്താണെന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ z2 പ്ലസ് z1 ഓർഡർ മാറ്റിയിട്ട് നോക്കുക. ദെൻ ദേ വിൽ ബി ഈക്വൽ. ദാറ്റ് ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. Commutative property holds for the addition and multiplication of complex numbers. And the second property is associative property. Associative property. Associative property എന്താ പറയുന്നത്? If you have three complex numbers z1 and z2 and z3, then z1 z2 z3 നമുക്ക് ആഡ് ചെയ്യാം. ആദ്യം z1 പ്ലസ് z2 ആഡ് ചെയ്യാം, then z3 ആഡ് ചെയ്യാം. അല്ലെങ്കിൽ z1ൻ്റെ കൂടെ z2 പ്ലസ് z3 നമുക്ക് ആഡ് ചെയ്യാം. ദ ഓർഡർ ഡസൻറ്റ് മാറ്റർ. ദ ഓർഡർ എന്നല്ല ഉദ്ദേശിക്കുന്നത്. if you have an order of numbers, then in whichever case you can take z1 plus z2 എടുത്തിട്ട് z3 ആയിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ z2 പ്ലസ് z3 എടുത്തിട്ട് നമുക്ക് z1 ആയിട്ട് ആഡ് ചെയ്യാം. മാനിപ്പുലേഷൻസിൻ്റെ ഓർഡർ നമുക്ക് മാറ്റി നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് മാനിപ്പുലേഷൻ, ഈ ഓപ്പറേഷൻ അഡീഷൻ്റെ ഓർഡർ നമുക്ക് മാറ്റാൻ സാധിക്കും. ഓർഡർ ഓഫ് എലമെൻറ്റ്സ് അല്ല ഞാൻ പറഞ്ഞത്. ഓർഡർ ഓഫ് എലമെൻറ്റ്സ് മാറ്റാൻ സാധിക്കുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും കൂടി ഒരുമിക്കുമ്പോഴാണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ വിച്ചെവർ വേസ് യു ക്യാൻ അസോസിയേറ്റ് ഓർ വിച്ചെവർ വേസ് യു ക്യാൻ ഇൻ ഡിഫറെൻറ്റ് വേസ് യു ക്യാൻ മാനിപ്പുലേറ്റ്. ഓർഡർ ഓഫ് മാനിപ്പുലേഷൻ നമുക്കവിടെ ഇത് ചെയ്യുന്നില്ല. അതാണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. ആൻഡ് സിമിലർലി അസോസിയേറ്റീവ് ലോസ് ഹോൾഡ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ഓൾസോ. ദാറ്റ് ഈസ് z1 ഇൻറ്റു z2 z3 ഇസ് ഈക്വൽ ടു z1 z2 ഇൻറ്റു z3. അങ്ങനെ നമുക്ക് മാനിപ്പുലേഷൻ്റെ ഓപ്പറേഷൻ നമുക്ക് മാറ്റാൻ സാധിക്കും. എഗെയിൻ ഇതും നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദാറ്റ് വി ക്യാൻ ടേക്ക് a plus ib to be z1, c plus id to be z2 and p plus iq to be z3 or ef plus if എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. p plus iq to be z3. അങ്ങനെ നിങ്ങൾക്ക് ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കുക, റൈറ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കുക. ദേ വിൽ ബി ഈക്വൽ. സിമിലർലി ഇസ് ദ കേസ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ദിസ് ലെഫ്റ്റ് ഹാൻഡ് ആസ് ആൻ എക്സസൈസ് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാനും പറ്റും. നിങ്ങൾക്ക് കൂടുതൽ ഇനി അങ്ങോട്ട് പോകുന്തോറും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാകും. അപ്പോൾ മാക്സിമം ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. Okay, and finally you have the distributive property. Also there is a distributive property or distributive law. Distributive law endana? z1 into z2 plus z3 is equal to z2 plus z3 is equal to z1 into z2 plus z1 into z3. This is the distributive law. Again you can prove this using the coordinates or the values ഉപയോഗിച്ച് a plus ib, c plus id and p plus iq എന്ന് പറയുന്ന വാല്യൂസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം z1 പ്ലസ് z3 ചെയ്യുക, അതായത് ഇത് തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് z1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? z1 കൊണ്ട് z2നെയും ആഡ് ചെയ്യും, z1 കൊണ്ട് z3നെയും ആഡ് ചെയ്യും, എന്നിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യും. z1 കൊണ്ട് z3നെ മൾട്ടിപ്ലൈ ചെയ്യും, z1 കൊണ്ട് z3നെ മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ആ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. സോ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, അസോസിയേറ്റീവ് ലോ, കമ്മ്യൂട്ടേറ്റീവ് ലോ ഇതെല്ലാം എന്തിൽ സാധിക്കുന്നു? നമ്മളുടെ കോംപ്ലക്സ് നമ്പേഴ്സിൽ സാധിക്കുന്നു. സോ ഇതൊക്കെ നമ്മുടെ റിയൽ നമ്പേഴ്സിലും നമ്മുടെ സാധാ റിയൽ നമ്പേഴ്സിലും ഇതൊക്കെ ഉണ്ട് അല്ലേ? അതിന് കാരണം എന്താണ്? റിയൽ നമ്പേഴ്സിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ റിയൽ നമ്പേഴ്സിലുള്ള കുറേ പ്രോപ്പർട്ടീസൊക്കെ തന്നെ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിലും കാണാൻ സാധിക്കുന്നു. ഓക്കെ, ഒട്ടുമിക്ക പ്രോപ്പർട്ടീസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സ് ഒരു സബ്സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് റിയൽ നമ്പേഴ്സിലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിലും കാണാൻ സാധിക്കും. ഓക്കെ, സോ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണതിൻ്റെയൊക്കെ കുറച്ച് എക്സാമ്പിളുകളുണ്ട്. ഐ എം നോട്ട് ഗോയിങ് ത്രൂ ദിറ്റ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഹോൾഡ് ചെയ്യേണ്ടെന്നും ബാക്കിയുള്ളതൊക്കെ ഹോൾഡ് ചെയ്യേണ്ടെന്നുള്ള കാണിക്കുന്ന കുറച്ച് എക്സാമ്പിളുകളൊക്കെ ടെക്സ്റ്റിലുണ്ട്. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി.
ഇനി ഞാൻ പറഞ്ഞു ഇത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലില്ലാത്ത റിയൽ നമ്പർ ഇല്ലാത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത കോംപ്ലക്സ് നമ്പറിന് ഉള്ളതുകൊണ്ടല്ലേ അതിനെ വേറിട്ട രീതിയിൽ വെക്കണേ. അല്ലാണ്ട് കോംപ്ലക്സ് നമ്പറിന് റിസൾട്ടിൻ്റെ റിയൽ നമ്പേഴ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടെങ്കിൽ നമുക്കതിനെ റിയൽ നമ്പർ എന്ന് പറഞ്ഞ് വിളിച്ചൂടെ. അപ്പോൾ അതല്ലാത്ത റിയൽ നമ്പറിന് ഇല്ലാത്ത കുറച്ച് പ്രത്യേകതകൾ കോംപ്ലക്സ് നമ്പേഴ്സിനുണ്ട്. അത്തരത്തിലൊരു പ്രത്യേകതയാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്, കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ ഇസഡ് ഉണ്ട്, വിച്ച് ഈസ് ഓഫ് ദ ഫോം a+ib എന്ന് പറയുന്നതാണ് ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റിനെ നമുക്ക് ഈ റിയൽ പാർട്ടിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ നെഗറ്റീവ്, ദാറ്റ് ഈസ് a-ib, അതിനെ നമുക്ക് കോൺജുഗേറ്റ് ഓഫ് ഇസഡ് എന്ന് വിളിക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഇസഡ് ബാർ. Okay, so z bar is nothing but a minus ib of a complex number z is equal to a plus ib. നമ്മൾ വെറുതെ ജസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു നമ്പറിൻ്റെ ഇമാജിനറി യൂണിറ്റ് നെഗറ്റീവ് ആക്കുക. ഇമാജിനറി യൂണിറ്റിനെ നെഗറ്റീവ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓർ ഇമാജിനറി പാർട്ടിനെ നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺജുഗേറ്റ് എന്ന് പറയുന്നത് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് എ കോംപ്ലക്സ് നമ്പർ, നമ്മൾ എടുത്ത കോംപ്ലക്സ് നമ്പർ തന്നെ എടുക്കാം, 4 + i9 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? z bar will be equal to 4 - i9. When you have a complex number z to be √2 - i√3, ദിസ് ഈസ് എ കോംപ്ലക്സ് നമ്പർ, ശരിയല്ലേ? √2 എന്ന് പറയുന്ന റിയൽ നമ്പറാണ്, √3 എന്ന് പറയുന്ന റിയൽ നമ്പറാണ്. a+ib ഫോമിലായത് കാരണം ദിസ് ഈസ് എ കോംപ്ലക്സ് നമ്പർ. ഇതിൻ്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? വാട്ട് വിൽ ബി ഇസഡ് കോൺജുഗേറ്റ്? ഇറ്റ് വിൽ ബി നത്തിങ് ബട്ട് √2 + i√3. കാരണം നെഗറ്റീവിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. സോ ഇമാജിനറി യൂണിറ്റിനെ നെഗറ്റീവ് എടുക്കുക. ഇമാജിനറി യൂണിറ്റ് എന്താണോ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ, അതിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? കോൺജുഗേറ്റ് ഓഫ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. സോ വെൻ യു സേ കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യു ആർ ഇൻവേർട്ടിംഗ് ദി സൈൻ ഓഫ് ദി ഇമാജിനറി പാർട്ട് ഓർ ഇമാജിനറി യൂണിറ്റ്. അതാണ് നമ്മൾക്ക് കോൺജുഗേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇത് റിയൽ നമ്പേഴ്സിൽ സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a+i0 ആണ്. അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? a-i0. പക്ഷേ അതെന്ത് തന്നെയാണ്? a തന്നെയാണ്. ദാറ്റ് മീൻസ് ഫോർ റിയൽ നമ്പേഴ്സ് z ഈസ് നത്തിങ് ബട്ട് z കോൺജുഗേറ്റ് ഇറ്റ് സെൽഫ്. ഇസഡും ഇസഡ് കോൺജുഗേറ്റും ഈക്വൽ ആണ്. അതേപോലെ തന്നെ ഇസഡും ഇസഡ് കോൺജുഗേറ്റും ഈക്വൽ ആണെങ്കിൽ അതെന്താണെന്ന് പറയാം? It can be shown to be a real number. So if a complex number is a real number if and only if the number is equal to its conjugate എന്ന് പറയാൻ സാധിക്കും. ഒരു റിയൽ നമ്പറിന് അതിൻ്റെ കോൺജുഗേറ്റ് അത് തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, റിയൽ നമ്പറിൽ ഇല്ലാത്തൊരു പ്രത്യേകത, കോംപ്ലക്സ് നമ്പറിനുള്ള ഒരു പ്രത്യേകത ഇതാണ്. ഇമാജിനറി പാർട്ടിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കോൺജുഗേറ്റ് കിട്ടുന്നു. പക്ഷേ റിയൽ നമ്പേഴ്സിൽ ഇമാജിനറി പാർട്ട് ഇല്ലാത്തത് കാരണം കോൺജുഗേറ്റ് എടുക്കുമ്പോൾ നമുക്ക് ആ നമ്പർ തന്നെ കിട്ടുന്നു. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഡസൻറ്റ് ഹാവ് എ പ്രോപ്പർട്ടി. സോ z ഈസ് ഈക്വൽ ടു z കോൺജുഗേറ്റ് ആണ് എന്തിന്? റിയൽ നമ്പേഴ്സിന്. ഇനി അതിൻ്റെ പോലെ തന്നെ നമുക്ക് അഡീഷനിലൊക്കെ കുറച്ച് പ്രോപ്പർട്ടീസും ഇതേപോലെ തന്നെ കോൺജുഗേറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, കോൺജുഗേറ്റിൻ്റെ കേസിൽ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് പറയാൻ സാധിക്കും. അതിതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z1 + z2. z1 + z2ൻ്റെ കോൺജുഗേറ്റ് കാണാനായിട്ട് നമുക്ക് ഇത്രയും ചെയ്താൽ മതി. z1ൻ്റെ കോൺജുഗേറ്റ് കാണാം, z2ൻ്റെ കോൺജുഗേറ്റ് കാണാം, എന്നിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ സബ്ട്രാക്ഷനും z1 - z2 കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? z1 കോൺജുഗേറ്റ് - z2 കോൺജുഗേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ദ ടു പ്രോപ്പർട്ടീസ്. z1 + z2 കോൺജുഗേറ്റ് ഈസ് നത്തിങ് ബട്ട് z1 കോൺജുഗേറ്റ് + z2 കോൺജുഗേറ്റ്, ആൻഡ് z1 - z2 കോൺജുഗേറ്റ് ഈസ് നത്തിങ് ബട്ട് z1 കോൺജുഗേറ്റ് - z2 കോൺജുഗേറ്റ്. ഇത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇഫ് യു ആർ ടേക്കിംഗ് z1 to be a+ib and z2 to be c+id, then what will be z1 conjugate a-ib and z2 conjugate will be c-id. അത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. ആൻഡ് സിമിലർലി യു ഹാവ് ദ കേസ് ഫോർ z1 into z2. തന്നെ എടുക്കാം. You have the case for multiplication, that is z1 into z2, the whole conjugate is nothing but z1 conjugate into z2 conjugate. And finally for the division, that is z1 by z2 the whole conjugate. Division of two complex numbers in the conjugate കണ്ടുപിടിക്കാൻ z1 conjugate divided by z2 conjugate എന്ന് നമുക്ക് പറയാൻ സാധിക്കും. Okay, and you have another property ഞാൻ പറഞ്ഞ പോലെ z is equal to z conjugate if and only if
Z is a real number. That is a trivial proof. That is trivial. അതായത് Z നും Z conjugate ഈക്വൽ ആവുകയാണെങ്കിൽ അതെന്തായിരിക്കും, അത് റിയൽ നമ്പർ ആയിരിക്കും. And what will be the case when you are adding Z and Z conjugate? ഓക്കെ, ഇസഡ് എന്ന് പറയുന്നത് എ പ്ലസ് ഐ ബി ആണെന്ന് വിചാരിക്കുക. ഇസഡ് എന്ന് പറയുന്നത് എ പ്ലസ് ഐ ബി ആണെങ്കിൽ ഇസഡ് കോൺജുഗേറ്റ് എന്തായിരിക്കും, എ മൈനസ് ഐ ബി. സോ ഇസഡ് പ്ലസ് ഇസഡ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എ പ്ലസ് ഐ ബി പ്ലസ് എ മൈനസ് ഐ ബി. സോ വാട്ട് വിൽ ബി എ പ്ലസ് ഐ ബി പ്ലസ് എ മൈനസ് ഐ ബി? ദാറ്റ് വിൽ ബി 2a അല്ലേ. ആൻഡ് വാട്ട് അബൌട്ട് ഇസഡ് മൈനസ് ഇസഡ് കോൺജുഗേറ്റ്? ഇസഡ് മൈനസ് ഇസഡ് കോൺജുഗേറ്റ് എന്തായിരിക്കും? ഇസഡ് മൈനസ് ഇസഡ് കോൺജുഗേറ്റ് വിൽ ബി എ പ്ലസ് ഐ ബി മൈനസ് ഓഫ് എ മൈനസ് ഐ ബി. And what will be that value? A plus IB minus A plus IB. So what will you get? A plus IB minus A plus IB എന്ന് പറയുന്നതാണ്. കാരണം ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് എ ആവും, ഇവിടെ പ്ലസ് ഐ ബി ആവും. അപ്പോൾ എ മെയിൻ ക്യാൻസൽ ചെയ്തിട്ട് 2IB എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. Or in other words we can say that we can rewrite these two equations. ഈ ഇക്വേഷൻസിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 2 into real part of Z is nothing but Z1 plus Z conjugate, and 2 into I into imaginary part of Z is nothing but Z1 minus Z conjugate. Or in other words we can rewrite this as real part of Z is equal to Z plus Z conjugate divided by 2, and imaginary part of Z is equal to Z minus Z conjugate divided by 2i. This is a very important result. What is a real part of Z? Real part of Z can be written as Z plus Z conjugate divided by 2, because we got Z plus Z conjugate to be 2a. And what is 2a? This is nothing but a real part of Z. So real part of Z is Z plus Z conjugate by 2, and b is imaginary part of Z, and imaginary part of Z we got it to be Z minus Z conjugate divided by 2i. This is a very important result. Z plus Z conjugate is equal to Z plus Z conjugate by 2 is equal to real part of Z, and Z minus Z conjugate by 2 is the imaginary part of Z. And what will be the case when you multiply Z and Z conjugate? What is Z into Z conjugate? That is a plus IB into a minus IB. What is a plus IB into a minus IB? What will you get? A plus IB into a minus IB. പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു എ പ്ലസ് ഐ ബിയും എ പ്ലസ് മൈനസ് ഐ ബിയും. ഞാൻ എ മൈനസ് ഐ ബിനെ ഞാൻ ഇങ്ങനെ എഴുതാണ്, എ പ്ലസ് മൈനസ് ഐ ബി എന്ന് എഴുതാണ്. പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് എ സ്ക്വയർ മൈനസ് or a square minus b square. So a square plus b square വരും, because ഇത് തമ്മിലുള്ള സബ്ട്രാക്ഷൻ ആണ് നമുക്കുള്ളത്. a square minus ib the whole square വരും, or minus ib the whole square will become plus ib square. ഇവിടുത്തെ ഒരു minus b square, and this minus will become plus, and you will get I into എന്ത് വരും? a into minus ib, that is a into minus b plus a into b. What will you get? A into minus b is minus ab, and minus ab plus ab is equal to 0. So Z into Z conjugate is nothing but a square plus b square. That is square of imaginary part plus square of imaginary part plus square of real part. That is Z into Z conjugate. Another important result, Z into Z conjugate is equal to a square plus b square when you are taking Z to be a plus ib. ഓക്കെ, സോ ഇത്രയും പ്രോപ്പർട്ടീസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റുകളാണ്. കോൺജുഗേറ്റ് എന്ന് പറയുന്നതും ഇതുപോലെ കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഡിവിഷനും ജോമെട്രിക് വാല്യൂസിൻ്റെയും ജോമെട്രിക് എക്സ്പ്രഷൻ ഇൻ്റർപ്രിറ്റേഷനും അതേപോലെ തന്നെ മോഡുലസ് വാല്യൂ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ജസ്റ്റ് ഇതുവരെ ഉള്ളത് ഒന്ന് ഓവറോൾ നോക്കുക. ഡിവിഷൻ എങ്ങനെയാണെന്നുള്ളത്, ഇപ്പോൾ ഈ കോൺജുഗേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിവിഷൻ പറയുന്നത്. ആ ഡിവിഷനും അതേപോലെ തന്നെ ജോമെട്രിക് ഇൻ്റർപ്രിറ്റേഷനും പറയാനുണ്ട്, പിന്നെ മോഡുലസ് വാല്യൂ കൂടെ പറയാനുണ്ട്, പിന്നെ കുറച്ച് പവേഴ്സിൻ്റെ കാര്യം കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ഫീൽ ഫ്രീ ടു ആസ്ക്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.